എൻ്റെ മോനാണ് രജീഷ്. ഞാൻ അപ്പോൾ ടയേഴ്സിലാണ് വർക്ക് ചെയ്തത്. അവൻ വരുമ്പോൾ ആക്സിഡൻ്റായി. അപ്പോൾ ടയേഴ്സിൻ്റെ അടുത്ത് വെച്ച് ആക്സിഡൻ്റായി തലയൊട്ടി രാജഗിരി ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറയാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് 2.5 വർഷമായി കിടക്കുന്നത്. ഞങ്ങളുടെ പരമാവധി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എൻ്റെ മോൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി MLA ആണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലെ വട്ടേക്കാട് ഉള്ള രതീഷ് ഒരു ആക്സിഡൻറ്റ് പറ്റി 2.5 വർഷക്കാലമായി വലിയ അത്യാസന്ന നിലയിലാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ 30 ലക്ഷത്തിലേറെ രൂപ ചിലവായി കഴിഞ്ഞു. നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടിയിട്ടാണ് ചികിത്സാകൾ നിർവഹിച്ചത്. ഈ കുടുംബത്തിൻ്റെ ഒരു ഏക ആശ്രയമാണ്. അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് ഇനിയും ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ നൽകി സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ഈ നാടിന്റെ പ്രിയപ്പെട്ട രതീഷിന് വേണ്ടിയിട്ട് ഈ നാടൊന്നാകെ കഴിവിന്റെ പരമാവധി സഹായിച്ചതാണ്. ഏകദേശം 30 ലക്ഷം രൂപയോളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി ചിലവായി. എന്നാൽ പെട്ടെന്ന് തുടർ ചികിത്സക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടതുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപ നാം സ്വരൂപിച്ചേ മതിയാവും. ഈ നാടിനെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ സഹായിച്ചതാണ്. പക്ഷെ അടിയന്തരമായിട്ട് ഒരു 10 ലക്ഷം രൂപ സ്വരൂപിക്കുക എന്നത് പെട്ടെന്ന് ഈ നാടിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുകയും ഈ നാടിന്റെ പ്രിയപ്പെട്ട രതീഷിന് വേണ്ടി കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. നമസ്കാരം. ഞാൻ ജോയി നെല്ലിശ്ശേരി, കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡ് വട്ടേക്കാട് പ്രദേശത്ത് താമസിച്ചിരുന്ന രജീഷ് എന്ന ചെറുപ്പക്കാരന് ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുൻപ് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിനടുത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി. അന്നത്തെ ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ തലയോട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ 2.5 വർഷത്തെ കാലത്തെ ചികിത്സയ്ക്ക് ഏകദേശം 30 ലക്ഷം രൂപ ഇതുവരെ ആ നിർധന കുടുംബത്തിന് ചിലവായി കഴിഞ്ഞു. നാട്ടുകാരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ പരിപൂർണമായ സഹായത്തോടു കൂടിയാണ് ഇതുവരെ ചികിത്സാ ചെലവുകൾ നടത്തി പോന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ തലയോട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തിരിച്ച് വയ്ക്കുന്ന ഒരു ഓപ്പറേഷൻ കൂടി നടത്തേണ്ടതുണ്ട്. അതുവഴിയാണ് അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതിന് ഒരു 10 ലക്ഷം രൂപ അതിന് ചികിത്സ ചെലവും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രൂപയും അതിന് ചിലവാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇതുവരെ കൊടകര ഗ്രാമപഞ്ചായത്തിലെയും കനകമല പ്രദേശത്തെയും ആളുകൾ നല്ല രീതിയിൽ സഹകരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവുകൾ നടന്നിട്ടുള്ളത്. ഇനിയുള്ള തുടർ ചികിത്സയ്ക്കും എല്ലാ നാട്ടുകാരുടെയും സഹകരണം വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ദിവ്യ ഷിജു, കൊടകര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ മെമ്പറാണ്. രജീഷ് എന്ന ചെറുപ്പക്കാരൻ എൻ്റെ വാർഡിലാണ് താമസിക്കുന്നത്. എല്ലാവരും എല്ലാവിധ സഹായങ്ങളും രജീഷിന് വേണ്ടി ചെയ്യണം. നമസ്കാരം. എൻ്റെ പേര് സജിനി സന്തോഷ്. ഞാൻ ഈ വാർഡിൻ്റെ പഴയ മെമ്പറും ആശാവർക്കറുമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കുടുംബമാണിത്. ഏറ്റവും അർഹതയുള്ളൊരു കുടുംബം തന്നെയാണ്. ഈ കുട്ടിക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത്. അപ്പം എല്ലാവരും കഴിയുന്ന സഹായം നിർബന്ധമായിട്ടും ചെയ്യണം. എത്രയും പെട്ടെന്ന് അവനൊരു ഓപ്പറേഷൻ അടിയന്തരമാണ്. അതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് വിനയൻ തോട്ടാപ്പള്ളി, കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. രജീഷിനെയും കുടുംബത്തെയും വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ രജീഷിന് വന്ന ദുരന്തം നമുക്ക് ഈ കുടുംബത്തിനും വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി തുടർ ചികിത്സയ്ക്കായി വളരെയധികം ഫണ്ട് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും ഈ കുടുംബത്തെ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, രജീഷ് ഏട്ടനെ ഞാൻ ചെറുപ്പകാലം മുതൽ അറിയുന്നതാണ്. അദ്ദേഹം നമ്മുടെ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും വളരെ ഊർജ്ജസ്വലമായി അപ്പോളോ കമ്പനിയിൽ ജോലി ചെയ്ത് വളരെ മാതൃകാപരമായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അമ്മയ്ക്കും അച്ഛനും അതുപോലെ സഹോദരങ്ങൾക്കൊപ്പം പെട്ടെന്നാണ് ഇത്തരമൊരു ദുരന്തം വന്നു കയറിയത്. ഇപ്പോൾ വർഷങ്ങളായി ഈ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കെ കുടുംബത്തിന് വലിയൊരു ബാധ്യത ചെലവാണ് വന്നിരിക്കുന്നത്. ഈ ചെലവിനെ അഭിമുഖീകരിക്കാൻ ഈ കുടുംബത്തിന് സഹായമാകാൻ വേണ്ടി പ്രവർത്തിക്കാം.